സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ആശയത്തിലൂന്നി സംഘടിപ്പിക്കുന്ന ത്രിദിന അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ് വേദിയാകുന്നു. പാനൽ ചർച്ചകൾ, പരിശീലന ശില്പശാലകൾ തുടങ്ങിയവ ഉച്ചകോടിയുടെ ഭാഗമാണ്. പ്രകൃതിയുടെ സ്വാഭാവിക ഒഴുക്കിന് ഒപ്പം നീങ്ങിയാൽ സന്തോഷകരമായ ജീവിതം സാധ്യമാകുമെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് ത്രിദിന അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ ആശയം. അമൃത സ്കൂൾ ഓഫ് ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്വാഗത നൃത്തത്തോടെ ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചു. പ്രകൃതിയുടെ സ്വാഭാവിക ഒഴുക്കിനൊപ്പം നീങ്ങിയാൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഭദ്രദീപം കൊളുത്തിയ ശേഷം നടത്തിയ അനുഗ്രഹ പ്രഭാഷണത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. If you know how to move according to the flow of this nature, life can become effortless. Whatever is natural is beautiful. At least don't destroy the purity of this nature with our evil thoughts. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കണ്ണൻ സി വാര്യർ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വനസമ്പത്തുകളെക്കുറിച്ചും വിശ്വാസത്തിന്റെ ഭാഗമായി വിവിധ ജനവിഭാഗങ്ങൾ നടത്തിവരുന്ന വനസംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഡോക്ടർ കണ്ണൻ സി വാര്യർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അമൃതകിരണം മാഗസീനിന്റെ പ്രകാശനവും ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഹ്രസ്വ ചലച്ചിത്ര വിഭാഗത്തിൽ പുരസ്കാരങ്ങൾ നേടിയ അന്ധകാറിന് പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. പാനൽ ചർച്ചകൾ, ജൈവ വൈവിധ്യ സംരക്ഷണ പരിശീലന ശില്പശാലകൾ എന്നിവയും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ ഹർഷ ഭാർഗവി, ഡോക്ടർ എറിക് ബീൻ, ഡോക്ടർ നിർമാല്യ മുഖർജി എന്നിവരുൾപ്പെടെ പ്രശസ്തരായ വിദഗ്ധർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി.